ഓർത്തഡോക്സ് ടിവിയുടെ ഇന്നത്തെ അതിഥി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയായ ഡോക്ടർ ജോർജ് ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജോർജിയുടെ അമേരിക്ക വിസിറ്റ് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിലേക്ക് വരുന്നത്. വന്നിട്ട് 3 ദിവസം ആകുന്നതേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വളരെ സ്നേഹസമ്പന്നമായ ആളുകളുള്ള ഒരു ദേശമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ നമ്മുടെ സഭാംഗങ്ങൾ വളരെ സ്നേഹത്തോടെ പല സ്ഥലങ്ങളിലേക്കും ക്ഷണിക്കുന്നുണ്ട്. മലങ്കര സഭയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന സഭാമക്കളുടെ സ്നേഹം വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. 5 കൊല്ലം മുമ്പ് കാതോലിക്ക ദിനപ്പിരിവ് 1 കോടിയായിരുന്നു. ജോർജ് പൊസിഷനിൽ വന്നതിന് ശേഷം അത് 4 കോടിയായി വന്നായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? 2007 ഞാൻ ചുമതല ഏൽക്കുന്ന അവസരത്തിൽ സഭയുടെ കാതോലിക്ക ദിനപ്പിരിവ് 1 കോടി രൂപയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. 1935 സഭയുടെ കാതോലിക്ക ദിനപ്പിരിവ് തുടങ്ങിയ വർഷം ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും വാഹന ഗതാഗത സൗകര്യമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ആ കാലയളവിൽ 1935 ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ പിരിച്ചെടുത്തത് 19,635 രൂപ ആണ് എന്നുള്ള ഒരു കണക്ക് കാണുമ്പോൾ 2007 അതിൻ്റെ വർധനവുണ്ടാകേണ്ടത് 1 കോടിയല്ല എന്ന് ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർധനവ് ആവശ്യമാണെന്ന് സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ വലിബാവ തിരുമേനി, അന്ന് ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ബാവ തിരുമേനിയായിരുന്ന ഇന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് കാതോലിക്ക ദിനപ്പിരിവ് വർദ്ധിപ്പിക്കുന്നതിന് 3 കോടിയാക്കുന്നതിന് തീരുമാനിച്ചു. ആ തീരുമാനം വളരെ നല്ല നിലയിൽ നമ്മുടെ ആളുകൾ സ്വീകരിക്കുകയും വളരെ നല്ല പിന്തുണ നൽകുകയും 4 കോടി രൂപയോളം ആക്കി 5 വർഷം കൊണ്ട് ആ തുക വർദ്ധിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ നല്ല സന്തോഷകരമായ ഒരു വസ്തുതയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കാതോലിക്ക ദിനപ്പിരിവ് 4 കോടി ടാർഗറ്റ് നിശ്ചയിച്ചപ്പോൾ ലഭിച്ചത് 4,39 ലക്ഷം രൂപയാണ്. ഈ കാതോലിക്ക ദിനപ്പിരിവിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ചെലവഴിക്കുന്നത് എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ നല്ല സഹകരണം എല്ലാ മേഖലയിൽ നിന്നും നമുക്കുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇപ്പോൾ കാതോലിക്ക ദിനപ്പിരിവ് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ തരത്തിലുള്ള പിരിവുകൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് വ്യക്തിഗത സംഭാവനകളും കാതോലിക്ക ദിനനിധിയിലേക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടത് 1935 ലഭിച്ച തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ലഭിക്കേണ്ടത് ഈ 4,39 ലക്ഷം രൂപയല്ല, മറിച്ച് അതൊരു 50 കോടി രൂപയെങ്കിലും ലഭിക്കേണ്ട സാഹചര്യമാണ്. കാരണം 1935 നമുക്ക് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത് 1 അണ അതല്ലെങ്കിൽ അതുപോലെയുള്ള തുകകൾ വളരെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ തുകയായിരുന്നു. അന്ന് ഗൾഫ് നാടുകളിൽ നമുക്ക് ഇതുപോലെ വലിയ പള്ളികളോ ആളുകളോ ഇല്ലായിരുന്നു. അമേരിക്കൻ നാടുകളിൽ ഇതുപോലെ നമുക്ക് വലിയ പള്ളികൾ ആ കാലയളവിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത്ര വലിയ ഒരു സഭയായി വളർന്നിരിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇന്ന് ഈ തുക ലഭിക്കേണ്ടത് 50 കോടി എങ്കിലും ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഈ തുക ലഭിച്ചാൽ പോരാ, ഇതിലധികം ലഭിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. 2 കാതോലിക്കന്മാരോട് ഒപ്പം പ്രവർത്തിക്കാനായിട്ട് സമയം കിട്ടിയായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തുര്യൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ കാലഘട്ടത്തിൽ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുവാനും പിന്നീട്
പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ കാലഘട്ടത്തിൽ സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാനും അതിനെ തുടർന്ന് ഇപ്പോൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ്തുതിയൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ കാലഘട്ടത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാനും ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വലിയ ഒന്നായി ഞാൻ കാണുകയാണ്. അതിൽ പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മാത്യുസ്തുതിയൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ കാലഘട്ടത്തിൽ അന്ന് നിയുക്ത കാതോലിക്ക ബാബാ തിരുമേനിയായിരുന്ന ഇപ്പോഴത്തെ വലിയ ബാബാ തിരുമേനി ഈ കാലയളവുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വളരെ വ്യക്തതയോടെ ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ മാത്യുസ്തുതിയൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ അടുത്ത് അന്നത്തെ നിയുക്ത കാതോലിക്ക ബാബാ തിരുമേനി ഇപ്പോഴത്തെ വലിയ ബാബാ തിരുമേനി ചെല്ലുമ്പോൾ അടുത്തു ചെന്ന് കൈവസൂരി കൊടുക്കുന്ന ഒരു രംഗമായിരുന്നില്ല ഞാൻ കണ്ടിട്ടുള്ളത്. മറിച്ച് മാത്യുസ്തുതിയൻ ബാബായുടെ കൈ മുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാ തിരുമേനി വലിയ ബാബാ തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കൈ മുത്തുന്ന രംഗങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൈവസൂരി കൊടുക്കുന്ന രംഗമല്ല കണ്ടിട്ടുള്ളത്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കാലയളവുകളിലൊക്കെ ഞാൻ ദർശിച്ചിട്ടുള്ളത് ഏത് പ്രവർത്തനങ്ങൾ സഭ ചെയ്യുന്നുവോ അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന സന്ദർഭങ്ങളായിരുന്നു. പരിശുദ്ധ വലിയ ബാബാ തിരുമേനിയുടെ കാലയളവിൽ കോട്ടയത്ത് മഹാസമ്മേളനം നടന്നു. അതുപോലെ 14 മെത്രാപ്പൊലീത്തമാരെ വാഴിച്ചു. തൊട്ടതെല്ലാം അനുഗ്രഹകരമാക്കി തീർക്കുവാൻ വലിയ ബാബാ തിരുമേനിയുടെ കാലഘട്ടത്തിൽ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും പ്രവർത്തനങ്ങൾക്ക് നല്ല പൂർണ്ണത കൈവരുന്ന ഒരു സന്ദർഭമാണ് പരിശുദ്ധ പൗലോസ്തുതിയൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ ഈ ഭരണ കാലഘട്ടം എന്ന് തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ, സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മലങ്കര മെത്രാപ്പൊലീത്തായും പൗലോസ്ത്യ കാതോലിക്ക ബാബായുമായിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും വളരെ വിജയകരമായി കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ തലങ്ങളിലേക്കും തിരുമേനിയുടെ ശ്രദ്ധ പതിയുന്നുണ്ട്. ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചോദിച്ച് ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും എന്തൊക്കെ ഇനി ചെയ്യേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിലും ശ്രദ്ധ പതിപ്പിക്കുവാൻ തിരുമേനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ നല്ല പ്രവർത്തനങ്ങളുടെ ഒരു അടയാളമാണ്. തിരുമേനി ഏതെങ്കിലും ഒരു അപേക്ഷ ലഭിച്ച് ഏതെങ്കിലും ആളുകൾക്ക് സഹായം ലഭിക്കേണ്ട ഒരു അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു കൽപ്പന ഞങ്ങൾക്ക് നൽകാറുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യണമെന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരുമേനി പലപ്പോഴും പറയുന്നത്, നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു കാലതാമസവും വരുത്തരുത്. എന്തെല്ലാം സഹായങ്ങൾ ആളുകൾക്ക് ചെയ്യുവാൻ സഭ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം ഒട്ടും വീഴ്ച കൂടാതെ ഭംഗിയായി ചെയ്യണമെന്ന് ഞങ്ങളെയൊക്കെ ഉദ്ബോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ജാതി വ്യവസ്ഥിതിയുടെ കാലയളവിൽ വളരെ ഏറെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന താഴേക്കിടയിലെ ആളുകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കാലയളവിൽ മലങ്കര സഭാംഗങ്ങളാക്കപ്പെട്ട
ശ്ലീബാദാസ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി മലങ്കര സഭ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുകയും ഭവനരഹിതരായ എല്ലാ ശ്ലീബാദാസ സമൂഹങ്ങൾക്കും ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള വളരെ നല്ല ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തപ്പോൾ ഏതാണ്ട് 400-ലധികം വീടുകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ശ്ലീബാദാസ സമൂഹത്തിനായി പണിത് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വസ്തുതയും ഇവിടെ അറിയിക്കുവാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. സഭയിൽ സമാധാനത്തെക്കുറിച്ച് സെക്രട്ടറി എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? മലങ്കര സഭയുടെ കേസുകളിൽ 1995 സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് സഭാ യോജിപ്പിൻ്റെ വിധിയായിരുന്നു. ആ വിധിയോടുകൂടി സഭയിൽ സമാധാനം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ കുറേ ആളുകൾ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു സഭ ഉണ്ടാക്കി മലങ്കര സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഭാ യോജിപ്പ് അധികം താമസിയാതെ ഉണ്ടാകും. കാരണം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന സഭയാണ് യഥാർത്ഥ സഭ. ഒരു ഭരണഘടനയില്ലാതെ മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു ആൾക്കൂട്ടത്തോടൊപ്പമല്ല, മറിച്ച് ഒരു സഭയിലാണ് നിൽക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് എതിരെ നിൽക്കുന്ന വിഘടിത വിഭാഗത്തിലെ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അധികം താമസിയാതെ ആളുകൾ നമ്മുടെ 1934 ഭരണഘടന അംഗീകരിച്ച് സഭയിൽ സമാധാനം ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. നമ്മുടെ വിഘടിത വിഭാഗത്തിന് മെത്രാപ്പൊലീത്താമാരെ വാഴിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ അടുത്തിടെ ഉണ്ടായ വെളിപ്പെടുത്തലുകൾ 3 കോടിയും മറ്റും കൊടുത്താണ് ആ സഭയിൽ മെത്രാന്മാരാക്കുന്നത് എന്ന് മെത്രാന്മാരായവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ വസ്തുത അതൊരു സഭയല്ല, മറിച്ച് ഒരു കച്ചവട സ്ഥാപനമാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു സഭയിൽ കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ സഭയിലേക്ക് ഭരണഘടന 1934 ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് അധികം താമസിയാതെ എത്തിച്ചേരുമെന്നും അങ്ങനെ പള്ളികളിൽ സമാധാനം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. പാരിഷ് വകയിൽ സ്ത്രീകൾക്ക് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. അതേപ്രകാരം നമുക്ക് മാനേജിംഗ് കമ്മിറ്റിയിൽ സ്ത്രീകളെ തിരഞ്ഞെടുക്കാമോ? AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹായ സ്ഥാപിതമായ നമ്മുടെ മലങ്കര സഭയിൽ വലിയ ഒരു മാറ്റമാണ് അടുത്തിടെ ഇടവക തലത്തിൽ സ്ത്രീകൾക്ക് ഭരണ പങ്കാളിത്തം നൽകിക്കൊണ്ട് എടുത്ത തീരുമാനം. പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ഇടവക തലത്തിൽ നടപ്പിലാക്കിയതിനു ശേഷം വീണ്ടും സഭയുടെ ഉന്നത സമിതികളിലേക്കൊക്കെ വേണമെങ്കിൽ സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാവുന്നതാണ്. എന്നാൽ അത് സംബന്ധിച്ച് ഭരണഘടന ഭേദഗതിയും മറ്റും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇടവക തലത്തിൽ ലഭിച്ച ഈ അംഗീകാരം നമ്മുടെ പൗരാണിക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ എടുത്തു പറയേണ്ട വലിയ ഒരു മാറ്റമാണ്.
നമ്മുടെ സഭയിലുള്ള മെത്രാച്ചന്മാർക്കുള്ള റിട്ടയർമെൻറ്റും ട്രാൻസ്ഫർ നിലവിലാകുമോ? എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ? മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഭിനന്ദരായ മെത്രാപ്പൊലീത്താമാർക്ക് റിട്ടയർമെന്റ് കാര്യം സംബന്ധിച്ച് പരിശുദ്ധ സുന്നഹദോസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 75 വയസ്സിൽ മെത്രാപ്പൊലീത്താമാർ റിട്ടയർ ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനം പരിശുദ്ധ സുന്നഹദോസിൽ എടുത്തിട്ടുണ്ട് എന്ന് മാനേജിംഗ് കമ്മിറ്റിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ട്രാൻസ്ഫർ സംബന്ധിച്ച് സഭയുടെ എല്ലാ മേഖലകളിൽ നിന്നും സഭാവിശ്വാസികൾ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇത് സംബന്ധിച്ച് മലങ്കര സഭയിൽ ഒരു പുതിയ തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ട്രാൻസ്ഫർ നേരത്തെ മുതൽ തന്നെ മലങ്കര സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അഭിനന്ദനായ ബർണബാസ് തിരുമേനി അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇവിടേക്ക് വന്നത് ട്രാൻസ്ഫറിലൂടെയാണ്. അതുപോലെ ഇവിടെ ചുമതലയുണ്ടായിരുന്ന അഭിനന്ദനായ മക്കാറിയോസ് തിരുമേനി ഇവിടെ നിന്ന് മാറി മറ്റു ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റ സന്ദർഭമുണ്ടായി. ഈ അടുത്തിടെയും മലങ്കര സഭയിൽ കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലയളവിൽ 3 ഭദ്രാസനങ്ങളിൽ ട്രാൻസ്ഫർ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്ഫറിന് ഒരു പുതിയ തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. മലങ്കര സഭാ ഭരണഘടന അനുസരിച്ച് തിരുമേനിമാർക്ക് എപ്പോൾ വേണമെങ്കിലും ഭദ്രാസനങ്ങൾ മാറി ചുമതല സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പരിശുദ്ധ കാതോലിക്ക ബാവായ തിരുമേനിക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. ന്യൂ മീഡിയയെ സഭയ്ക്ക് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നവ മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ് മലങ്കര സഭയ്ക്കുള്ളത്. അതിനു വേണ്ടി ഇപ്പോൾ 100% അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യവുമുണ്ട്. ഈ നവമാധ്യമങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സഭ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കഴിവതും പ്രവർത്തിക്കുന്നതിനാണ് ഇപ്പോൾ സഭ ആഗ്രഹിക്കുന്നത്. കാതോലിക്ക ദിന സെന്റിനൽ സെലിബ്രേഷനെ പറ്റി അങ്ങ് അതിൻ്റെ കൺവീനർ എന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മലങ്കരയിൽ കാതോലിക്കറ്റ് സ്ഥാപിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിനുള്ള തീവ്ര യജ്ഞമാണ് മലങ്കര സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2012 നവംബർ 25 കാതോലിക്കറ്റ് സ്ഥാപന ശതാബ്ദി സമ്മേളനം എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുകയാണ്. 1.5 ലക്ഷത്തിലധികം ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ അവിടെ സമ്മേളിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിനുള്ളിൽ നിന്നുമുള്ള വിശിഷ്ടാതിഥികൾ ആ സമ്മേളനത്തിൽ സംബന്ധിക്കും. സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ ഉന്നതരായ ആളുകൾ ആ സമ്മേളനത്തിൽ സംബന്ധിച്ച് പ്രസംഗിക്കും. സഭയുടെ കാതോലിക്കറ്റ് സ്ഥാപന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി, കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ആഗ്രഹിക്കുന്നുണ്ട്. 1001 അംഗ കേന്ദ്രതല കമ്മിറ്റി നമ്മുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നു. എല്ലാ ഭദ്രാസനങ്ങളിലും 501 അംഗങ്ങളുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നവംബർ മാസം 25 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സമ്മേളനം ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് മുമ്പായി സമ്മേളനം അവസാനിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ
കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മഹാസമ്മേളനമായിരിക്കും 2012 നവംബർ മാസം 25-ാം തീയതി നടക്കുന്നത്. അതിനുവേണ്ടി സഭ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് എല്ലാ കമ്മിറ്റികളിലും സംബന്ധിച്ച് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ജോർജ് മലങ്കര സഭയിലെ ഒരു വൈദികന്റെ മകനായി ജനിക്കുകയും നമ്മുടെ സഭയുടെ ഒരു നല്ലൊരു വലിയൊരു പൊസിഷൻ കിട്ടിയപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസും ഒരു ഫാമിലി പശ്ചാത്തലവും പറയാമോ? എൻ്റെ ജീവിതത്തിൽ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ സാധിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു വൈദികൻ്റെ മകനായി ജനിച്ച് പ്രാർത്ഥനാനിരതമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് വളർന്നു വരുവാൻ മക്കളായ ഞങ്ങൾക്കൊക്കെ എനിക്ക് 3 സഹോദരിമാരാണുള്ളത്. മൂത്ത സഹോദരിമാരാണ്. ഇളയ ഒരാളാണ് ഞാൻ ഒരു വീട്ടിൽ ഒരാളാണ് ഉള്ളത്. 3 സഹോദരിമാർക്ക് ഒരു സഹോദരൻ. അപ്പോൾ വളരെ നല്ല ഒരു കുടുംബാന്തരീക്ഷം, പ്രാർത്ഥനാനിരതമായ ഒരു കുടുംബാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും പ്രചോദനമായിട്ടുള്ള ഒരു സംഗതിയാണ്. വയലിറക്കത്ത് VG ജോസഫ് അച്ഛൻ, എൻ്റെ പിതാവ്, ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. വളരെ കർശനമായ ചില ചുറ്റുപാടുകൾ എല്ലാ മേഖലയിലും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചെറുപ്പത്തിലെ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലും വളരെ അച്ചടക്കത്തോടെ വളർത്തുവാൻ എൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭാപ്രവർത്തനങ്ങളിൽ ഉത്സുകനാകുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ജോർജിയുടെ ഫാമിലി പറ്റി അറിയുവാൻ താല്പര്യമുണ്ട്. അട്ടച്ചാക്കൽ മാത്യൂസ് റമ്പാച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ ചെറുമകളായ വീണയാണ് എൻ്റെ ഭാര്യ. വീണ ഇന്ത്യ വിഷനിൽ ന്യൂസ് എഡിറ്ററായി വർക്ക് ചെയ്യുന്നു. മകൾ അന്ന ജോർജ് എറണാകുളത്ത് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 3 വയസ്സുള്ള മകനുണ്ട്. മകൻ്റെ പേര് ജോസഫ് ജോർജ്. വീണയുടെ ആദ്യത്തെ അമേരിക്കൻ സന്ദർശനം എങ്ങനെ വിലയിരുത്തുന്നു? അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേക പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ 5 ജേർണലിസ്റ്റുകൾ ഇപ്പോൾ അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത്. ആദ്യം വാഷിംഗ്ടൺ DC, പിന്നെ കാലിഫോർണിയ, ഇപ്പോൾ ജോർജിയ, ഇനി 2 സ്റ്റേറ്റുകൾ കൂടി ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ ഈ സന്ദർശനം നടക്കുന്നത് എന്നുള്ള പ്രത്യേക സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് അമേരിക്കയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കിക്കാണാൻ ശ്രമിച്ചത്. അതിൽ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം അമേരിക്കയുടെ സാമൂഹിക അന്തരീക്ഷം, വിവിധ സമൂഹങ്ങൾ, ഇവിടുത്തെ മുസ്ലിം സമുദായം ഉൾപ്പെടെ വിവിധ സമൂഹങ്ങൾ, ഇവിടെ എത്നിക് ഗ്രൂപ്പ്സ്, ഇവിടുത്തെ മീഡിയ എങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നു, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവരുടെ അവകാശങ്ങൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അവബോധം ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഈ പ്രോഗ്രാം വലിയ രീതിയിൽ സഹായമായിട്ടുണ്ട്. കേരളത്തിലെ ഗ്രാമങ്ങളിലെ ചായക്കടകളിൽ രാവിലെ പത്രത്തിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചർച്ചയാകാറുണ്ട്. ഒബാമ, റോംനി, ഇവരുടെ നയങ്ങൾ, ഇന്ത്യയോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അമേരിക്കയിൽ
വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഒരു തോന്നൽ ഇവിടെ കൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഉണ്ടാവുകയില്ല. തിരഞ്ഞെടുപ്പ് നമുക്കൊക്കെ ഒരു ആഘോഷമാണ്, അത് ഏത് തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അത് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. പ്രത്യേകിച്ച് വോട്ട് എന്തിന് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണം ദിവസം തോറും അല്ലെങ്കിൽ വർഷം തോറും കൂടി വരികയാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി ഈ സന്ദർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സമയം ഓർത്തഡോക്സ് ടിവിക്ക് വേണ്ടി വിലയിരുത്തിയതിനെ നന്ദി അർപ്പിക്കുന്നു. അമേരിക്കയിൽ വരുവാനും കുറേ ഏറെ സമയം ഓർത്തഡോക്സ് ടിവിയുമായി ചെലവഴിക്കുവാനും സാധിച്ചതിൽ പ്രത്യേക സന്തോഷവും നന്ദിയും